സീതമ്മ കരുതി ഞാൻ അയാളെയും അമ്മുടുമോൻ്റെയും ഫോട്ടോ എടുക്കാൻ പോവാണെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഇറങ്ങാൻ പോവാണെന്ന്. അപ്പോൾ ഭയത്തോടെ അയാൾ ചോദിച്ചു, ഇറങ്ങാൻ പോകുന്നു? അയ്യോ, അപ്പൊ ഞങ്ങള് വിനുക്കുട്ടെ പുള്ളാളിക്കല്ലേ, അമ്പിടുമോൻ കയ്യിലിരിക്കുക, ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നീ ഇറങ്ങിക്കോ. അപ്പോൾ എന്തൊക്കെയായാലും എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി സീതമ്മയും അമ്മുടുമോനും കൂടി ഇതാ കണ്ടില്ലേ തുഴഞ്ഞു വരുന്നത്. ആഹാ, എത്ര മനോഹരമായി. കഴിഞ്ഞ ജന്മത്തിൽ ഇയാൾ തോണിക്കാരനാണെന്ന് തോന്നിപ്പോവും. അതുപോലുള്ള പെർഫെക്ഷൻ. എന്നാ ഒരോളം, എന്നാ ഒരു താളം, എന്നാ ഒരു തുഴ. ആഹാ. എന്തോന്നത്? വെയിൽ തിന്നാൻ നോക്കുന്ന വാ വിളിച്ചു. യാതുവാ അലയടിക്കുന്ന തിരകളില്ലാതെ, ആഴക്കടലിന്റെ ഓളങ്ങളില്ലാതെ, അലവലാതെ അഴകിന്റെ അഴകായ സീതുമ്മ അതാ നിൽക്കുന്നു. നിങ്ങളിപ്പോ ഇത്ര നേരം കണ്ടില്ലേ ഞാൻ വഞ്ചി തുഴഞ്ഞു പോകുന്നത്? ശരിക്കും എന്താ സംഭവിച്ചെന്നറിയോ? കാണിച്ചു കൊടുത്ത വിനുക്കുട്ടെ. വിനുക്കുട്ടി ഇങ്ങനെ പോകും, എന്നിട്ട് തിരിക്കും, എന്നിട്ട് ഒരു പുഷ് ഇവിടുന്ന് ഇങ്ങനെ തള്ളും. ഇതാണ് സംഭവിക്കുന്നത്. വിനുക്കുട്ട മുങ്ങി നമ്മുടെ ബോട്ടിന്റെ അടി കൂടി ഇപ്പുറത്ത് വരാൻ പോണേട്ടാ ഗൈസ്. വാ വാ വാ. അതാ മുങ്ങി 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 ബോട്ടിന്റെ അടി കൂടി നോക്കട്ടെ. ആടെ പോകുന്നു വിനുക്കുട്ട. കോല് മാറ്റടാ. ആടെ ആടെ പോയി പോയി പൊങ്ങി പൊങ്ങി പൊങ്ങി. സൂപ്പർ. ഞങ്ങൾ കൂടെ വന്നല്ല, നീ കൊണ്ടുപോയതാണ്. ഹായ്. കാടാ കാടാ. കുട്ടിക്ക് വേറെ വഞ്ചി കിട്ടി ഗൈസ്. ഞങ്ങളുടെ വഞ്ചി അമ്പിടുമോൻ തുഴയും. ഓ, കുട്ട ആ വഞ്ചി തുഴയും, ഞങ്ങൾ ഈ വഞ്ചിന്ന് മറിയും മിക്കവാറും. കാരണം ഇവരാണ് വഞ്ചിയുടെ ഡ്രൈവറെ. ബട്ട് ഗൈസ്, ഞങ്ങൾ ആരും ഇല്ല. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഒരു ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടി പോയി. കണ്ടില്ലേ നിൽക്കുന്നത് നല്ല ആകാശം മഞ്ഞ പോലെയുള്ള നീല ഡോൾഫിൻ. ആഹാ. പക്ഷേ വീണ്ടും ഒരു ശാന്തിയുടെ സമാധാനത്തിനും വ്ളോഗാണ്. കാരണം അമ്മുടുമോൻ വീണ്ടും ഉറങ്ങിക്കളഞ്ഞു. അപ്പോൾ ആ അവസരം മുതൽ ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചു. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം ഇതിനെ കൊടുത്തു. അയാൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് അങ്ങനെയാണല്ലോ എപ്പോഴും. പക്ഷേ ഇതിന്റെ ഒന്നും ഹൈലൈറ്റ് വേറൊരു കാര്യമാണ്. സീതമ്മ ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്തു. ആ ഡ്രിങ്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. കയറി വന്ന രണ്ടുപേർ സവാത്തിക്ക എന്നും പറഞ്ഞില്ല, വേറൊരു സംഭവം പറഞ്ഞത്. ഇത്രയും വലിയ ഒച്ചയെപ്പോലും അവൻ പുച്ഛിച്ചുറങ്ങുന്നത് കണ്ടോ? വാ, അൾട്ടിമേറ്റ് പുച്ഛം. വിവിധ എന്ന് പറയുമ്പോൾ ആൺ ഡോൾഫിനും പെൺ ഡോൾഫിനും. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. എന്തൊക്കെയാലും മൂക്കുകൊണ്ട് പന്ത് പോകുന്ന ഡോൾഫിനെ കണ്ടു. അതിനുശേഷം 1 2 3 4 5 6 എനിക്ക് വെള്ളം തന്നു. അയ്യോ, പോയി മാറിപ്പോയി. പിന്നെ കണ്ടത് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ. ആ പാട്ട് നാപ്റ്റ ഡോൾഫിനായിരുന്നു. തെന്നിപ്പണ പോക്ക് കണ്ട മോനെ. പിന്നെ ഇത് ഡോൾഫിൻസ് ആണ്, വേറൊന്നുമല്ല. പിന്നെ ഈ കാണുന്ന പെൺകുട്ടി, എനിക്ക് തോന്നുന്നു ഈ കുട്ടിയും ഡോൾഫിനും ഒരു പായയിൽ ഉണ്ട്, ഒരു പദ്ധതി കിടന്നുറങ്ങുന്ന ടീമാണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നോക്കൂ, തിരിച്ചു വരുന്നത് കണ്ടോ? ആഹാ, സ്പീഡ് ബോട്ടിലുണ്ടോ ഇത്ര സ്പീഡ്? പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാൻ കാര്യം തീരുമാനിച്ചു, വീട്ടിലെത്തി ഉടനെ തന്നെ ഒരു 2 ഡോൾഫിനെ വാങ്ങിച്ച് കെട്ടിയിടണം. കാരണം കടലിൽ കടന്ന് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ബോട്ടിന്റെ കാശ് ലാഭിക്കും, ഫ്ലൈറ്റിന്റെ കാശ് ലാഭിക്കും. 2 ഡോൾഫിനെ കെട്ടി വെക്കുക, എന്റെ മുകളിലേക്ക് ചവിട്ടി കയറി നിൽക്കുക. തായ്ലൻഡ് റെഡി, പട്ടായ റെഡി, അമേരിക്ക റെഡി, UK റെഡി, എന്ത് വേണം? അപ്പൊ അവിടെ സ്റ്റിൽ ഉറക്കമാണ്. അപ്പൊ നാളെ കാണാം. ബൈ ബൈ.